ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 2 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത് ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ഉത്തരം 100ാമത്. 1870 ഏപ്രിൽ 22 വോൾഗ നദിക്കരയിലെ സിംബിസിർക്ക് പട്ടണത്തിലാണ് ജനനം. വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനോവ് എന്നാണ് യഥാർത്ഥ പേര്. സൈബീരിയൻ പ്രവാസകാലത്ത് ലെന എന്ന നദീതീരത്ത് താമസിച്ചിരുന്നതിനാൽ ലെനിൻ എന്ന പേര് സ്വീകരിച്ചു. 1917 റഷ്യയിൽ നടന്ന ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകി. മുൻ സോവിയറ്റ് യൂണിയന്റെ ശില്പിയാണ്. 1924 ജനുവരി 21 53ാം വയസ്സിൽ അന്തരിച്ചു. മൃതദേഹം എംബാം ചെയ്ത് മോസ്കോയിലെ ലെനിൻ മുസോളിയത്തിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു. നതാഷ ക്രുപ്സ്കോയായിരുന്നു ഭാര്യ. 2020 ലെനിന്റെ 150ാം ജന്മവാർഷികം ആഘോഷിച്ചു. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലിയോ ടോൾസ്റ്റോയെ വിശേഷിപ്പിച്ചത് ലെനിൻ ആണ്. 2024 ഓസ്കാർ പുരസ്കാരത്തിനായി ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം. ഉത്തരം ടു കിൽ എ ടൈഗർ. ഇന്ത്യൻ കനേഡിയൻ സംവിധായികയായ നിഷ പഹൂജിയാണ് ചിത്രമൊരുക്കിയത്. ജാർഖണ്ഡിലെ ഒരു 13കാരി 2017 കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവമാണ് ഡോക്യുമെന്ററിക്ക് ആധാരമാക്കിയിട്ടുള്ളത്. 21 അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഇതിനകം ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന 5ാമത്തെ രാജ്യമായത്? ഉത്തരം ജപ്പാൻ. ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുടെ സ്ലിം പേടകമാണ് 2024 ജനുവരി 19 ചന്ദ്രനിലിറങ്ങിയത്. US, റഷ്യ, ചൈന, ഇന്ത്യ എന്നിവയാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ 4 രാജ്യങ്ങൾ. മൂൺ സ്നൈപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ലിം ചന്ദ്രന്റെ മധ്യരേഖയ്ക്ക് തൊട്ട് തെക്ക് ഭാഗത്തായുള്ള ഷിയോലി ഗർത്തത്തിന്റെ ചരിവിലാണ് ഇറങ്ങിയത്. തദ്ദേശീയമായി നിർമ്മിച്ച HIIA റോക്കറ്റിലാണ് 2023 സെപ്റ്റംബർ 7 തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്ന് സ്ലിം വിക്ഷേപിച്ചത്. ഏകദേശം 832 കോടി രൂപയാണ് ദൗത്യത്തിന്റെ ചെലവ്. അയോധ്യയിൽ 2024 ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നടത്തിയ ശ്രീരാമ വിഗ്രഹത്തിന്റെ പേര്? ഉത്തരം രാംലല്ല. അടയാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണവില്ലും ശരവും ഏന്തി നിൽക്കുന്ന ശ്രീരാമന്റെ 5 വയസ്സുള്ള രൂപമായ രാംലല്ലയാണ് പ്രതിഷ്ഠിച്ചത്. മൈസൂരു സ്വദേശിയായ അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് 51 ഇഞ്ച് ഉയരവും 200 കിലോഗ്രാമിനടുത്ത് ഭാരവുമുള്ള വിഗ്രഹം കൃഷ്ണശിലയിൽ നിർമ്മിച്ചത്. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിന്റെ പേര്? ഉത്തരം കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ 2 ശ്രേണികളിലുള്ള പ്രോസസ്സറുകൾ നിർമ്മിച്ചത്. കാർഷികം, വ്യോമയാനം, മൊബൈൽ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഡ്രോണുകൾ തുടങ്ങിയ മേഖലകളിൽ ഇത് ഉപയോഗപ്രദമാകും. രാജ്യത്തൊരു സർവകലാശാല ആദ്യമായാണ് ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കുന്നത്. ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി? ഉത്തരം ത്രേസ്യ ലൂയിസ്. തിരുവനന്തപുരം പുൽവിള സ്വദേശിനിയാണ് ഈ 24കാരി. ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ വീഴ്ത്തിയത് ഏത് മത്സരത്തിലാണ്? ഉത്തരം നെതർലൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിന്റെ 4ാം റൗണ്ടിൽ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിൽ ലോക ചാമ്പ്യനെ വീഴ്ത്തിയ ആദ്യ ഇന്ത്യൻ താരവുമായി ചെന്നൈ സ്വദേശിയായ പ്രജ്ഞാനന്ദ. ലോക ചെസ് സംഘടനയുടെ ലൈവ് റേറ്റിംഗിൽ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ 1ാം നമ്പർ താരമെന്ന നേട്ടവും സ്വന്തമാക്കി. കഴിഞ്ഞ വർഷത്തെ ചെസ് ലോകകപ്പിൽ
റണ്ണറപ്പ് ആയിരുന്ന പ്രജ്ഞാനന്ദ ആനന്ദിനു ശേഷം ലോകകപ്പ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ താരവുമാണ്. ദേശീയ കൈയെഴുത്തു ദിനം എന്നാണ്? ഉത്തരം ജനുവരി 23. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ആദ്യ വ്യക്തിയായ ജോൺ ഹാൻകോക്കിന്റെ ജന്മദിനമാണ് കൈയെഴുത്തു ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേര്? ഉത്തരം PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ 100ാം ജന്മവാർഷികത്തിന് തലേ ദിവസമാണ്. പേര്? ഉത്തരം കർപ്പൂരി ഠാക്കൂർ. 1924 ജനുവരി 24 ബീഹാറിലെ സമസ്തിപൂരിലാണ് ജനനം. 2 പ്രാവശ്യം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിൽ പിന്നാക്ക വിഭാഗക്കാർക്ക് 26% സംവരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്ത മുംഗേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് 1978 നവംബറിൽ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൽ നടപ്പിലാക്കി. 1990 മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാൻ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് വഴിയൊരുക്കിയത് ഠാക്കൂറിന്റെ ഈ നടപടിയാണ്. LK അദ്വാനി, ചൗധരി ചരൺ സിംഗ്, PV നരസിംഹ റാവു, ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്കും ഇത്തവണ ഭാരതരത്ന ലഭിച്ചു. പരാക്രം ദിവസ് എന്നാണ്? ഉത്തരം ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസമായി 2021 മുതൽ ആചരിച്ചു വരുന്നത്. 1897 ജനുവരി 23 കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. അടുത്തിടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത്? ഉത്തരം കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നതെവിടെയാണ്? ഉത്തരം ബംഗളൂരു. അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് ഇത് നിലവിൽ വന്നത്. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം കമ്പാല. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം? ഉത്തരം CISF. ഡൽഹി പോലീസിൽ നിന്നാണ് ചുമതല ഏറ്റെടുത്തത്. 2023 ഡിസംബർ 13 പാർലമെന്റിനു നേരെയുണ്ടായ അതിക്രമത്തെ തുടർന്നാണ് സുരക്ഷാ ചുമതലയെപ്പറ്റി പുനരാലോചന നടന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ? ഉത്തരം ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. ഈ 6 രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് 194 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സന്ദർശനം നടത്താം. 2ാം സ്ഥാനത്തുള്ള ഫിൻലൻഡ്, നെതർലൻഡ്, ദക്ഷിണ കൊറിയ, സ്വീഡൻ എന്നിവയ്ക്ക് 193 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനമുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് 85ാം സ്ഥാനത്താണ്. വിസയില്ലാതെ 62 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്ര ചെയ്യാം. സൂചികയിൽ ചൈന 64ാം സ്ഥാനത്തും പാകിസ്ഥാൻ 106ാം സ്ഥാനത്തുമാണ്. 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗരത്തെ II ഏത് രാജ്യത്തെ രാജ്ഞിയാണ്? ഉത്തരം ഡെൻമാർക്ക്. 51 വർഷം രാജ്ഞിയായിരുന്ന മാർഗരത്തെ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തി കൂടിയാണ്. പുത്രൻ ഫ്രെഡറിക് ആണ് പുതിയ രാജാവ്. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ താമസിക്കുന്ന 10 രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനമാണ് ഡെൻമാർക്കിനുള്ളത്. ഫിൻലൻഡാണ് ആദ്യം സ്ഥാനത്ത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.